ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് മത്തിക്കറി ഒട്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മത്തിക്കറി എങ്ങനെ ഒട്ടാക്കാന്ന് നമുക്ക് ഈ അമ്മയോട് ചോദിക്കാം. വെട്ടിക്കൊണ്ട് വന്ന മീൻ വെട്ടിക്കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മീൻകറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു കല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പേ വെച്ച് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അടുപ്പേ വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിപ്പഴവും കൂടെ പെട്ടെന്ന് വഴരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു അടപ്പെടുത്തൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം ചെറിയ തീയിലിട്ട് അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ആവിയിലൊന്ന് വേകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളാണ്: ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ഒരു 2 സ്പൂൺ പിരിയ മുളക് പൊടിയാണ്, അതുകൂടെ ചേർക്കണം. ഇത് നമ്മളിപ്പോൾ വെച്ച് കൂടാണ്ട് വഴന്നിട്ടുണ്ട്. നമുക്കിത് ശകലം കൂടെ വഴരണം. അപ്പോഴത്തേക്കിന് നമുക്ക് മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചവെള്ളമാണ് ഒഴിച്ച് മിക്സ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മീൻ പുളിയെ. ഇനി നമുക്ക് നമ്മൾ വഴരാൻ വെച്ചിരുന്നതുണ്ട്. തക്കാളിപ്പഴവും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതിട്ട് കൊടുക്കാൻ പോകും. അതായത് അരപ്പ്. ഇതിന് നന്നായിട്ടൊന്ന് ഈ എണ്ണയ്ക്കകത്തേക്ക് കിടന്നൊന്ന് വഴരണം. എന്നിട്ട് ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ വഴറ്റുന്നത്. നമുക്കൊരു ശകലം ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ മുളക് എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഉണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം. നമ്മളിതിലേക്ക് ആദ്യം പുളിയും വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി ഒന്ന് യോജിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. മീൻകറിക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു ആവശ്യത്തിനുള്ള. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കഴുകി വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇച്ചിരി നേരം കഴിഞ്ഞ് തിളക്കട്ടെ. അതാണ്ട് നമ്മൾ വെച്ചത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മീനിൻ്റെ മുട്ടയൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമുക്കിതൊന്ന് ഇളക്കി വെച്ച് ഒന്ന് വേവിക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്.